മണിക്കൂറുകൾ നീണ്ട ദൗത്യത്തിനൊടുവിൽ കയ്യടിയോടെയാണ് മാനന്തവാടിയിലെ ജനങ്ങൾ തണ്ണീർക്കൊമ്പനെ യാത്രയാക്കിയിരുന്നത്. പിന്നീട് തണ്ണീർ ചെരിഞ്ഞെന്ന വിവരമെത്തുമ്പോൾ വീടിൻ്റെ അവിടെ ആട് കരയുന്നിട്ട് അങ്ങോട്ടേക്ക് നോക്കി, എന്നാലും ഒരു അക്രമമൊന്നും അത് കാണിച്ചില്ല. എന്നാലും ചെരിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഒരു വിഷമം തന്നെയാണ് തോന്നിയത്. നമ്മൾ അത് തന്നെ ഒരു കുടുംബത്തിലെ അംഗം പോലെ രാവിലെ മുതലേ ഇങ്ങനെ ആയിട്ട് ഒരു അക്രമമൊന്നും കാണിച്ചില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. കാര്യം അത് കാട്ടാനയാണെങ്കിലും കാട്ടാനയുടേതായ യാതൊരു പ്രശ്നങ്ങളും ഞങ്ങൾ ഈ ഭാഗത്ത്, ഞങ്ങൾ 2 കൂട്ടരുമാണ് അടുത്തുള്ളത്, ബാക്കിയുള്ളതെല്ലാം അങ്ങോട്ട്. അപ്പോൾ യാതൊരു വിധത്തിലുള്ള ഒരു പാവം പിടിച്ച് സങ്കടമായി, വല്ലാത്ത സങ്കടം. ഞങ്ങളെ ജീവനാക്കാട്ടം കൂടുതൽ അതിൻ്റെ ജീവനൊന്നും സംഭവിക്കരുതെന്നാണ് കരുതിയത്. പൊതുവെ എല്ലാ നാട്ടുകാരായാലും ഉദ്യോഗസ്ഥരായാലും എല്ലാവരും. പക്ഷെ ഇന്ന് കാലത്ത് ആ വാർത്ത കേട്ട പിന്നെ ഞങ്ങളൊക്കെ വളരെ ദുഃഖത്തിലാണ്. ഞങ്ങളെ കുടുംബത്തിലൊരു അംഗം പോയതിന് തുല്യം തന്നെയാണ്. ഞങ്ങൾക്ക് മനോവിഷമം വളരെയധികം ഉണ്ട്. കണക്ക് കൂട്ടി അത്രയും ഇല്ലെങ്കിലും വാഴകൾ നശിച്ച കർഷകർക്കും പറയാനുള്ളത്, കൃഷി എന്തായാലും നശിച്ചു. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കടവൊക്കെ മേടിച്ചിട്ടൊക്കെ ചെയ്ത കൃഷികളൊക്കെയാണ്. ഇന്നലെ എങ്ങനെയെങ്കിലും ഇതിനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ മതി എന്നുള്ള ഒറ്റ പ്രാർത്ഥന ഇന്നലെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് രാവിലെ എൻ്റെ വാർത്ത അറിഞ്ഞ് നോക്കുമ്പോൾ അതിയായ ദുഃഖമുണ്ട്. വേറെ ഇപ്പം എന്ത് പറയാനാ, പോയത് പോയി. ഇത് കൃഷി പോയതിനെക്കാട്ടി ഒരു വിഷമം നമുക്ക് ആന ചെരിഞ്ഞെന്ന് അറിഞ്ഞപ്പോഴാണ്. തണ്ണീർ ചെരിയാനുള്ള കാരണം എന്തെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ഓരോരുത്തരും. പിന്നെ എന്താണ് ഇതിൽ സംഭവിച്ചെന്നുള്ളത് ശരിക്കും കൃത്യമായ ഒരു അന്വേഷണവും ഒരു ഫോറൻസിക്കിൻ്റെ റിപ്പോർട്ടൊക്കെ വരേണ്ടതാണത്. മാതൃഭൂമി ന്യൂസ്, വയനാട്.